എടുത്തുമ്പി ഇന്ന് അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകുന്നില്ല. കാരണം ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പൊ നമ്മളോട് ഇന്ന് അച്ഛൻ അടിച്ചു പൊളിച്ചിരിക്കും ഞായറാഴ്ച. പോടി നീ പോടി കരിമ്പൂതവേ. രാവിലെ അപ്പത്തേക്ക് തുടങ്ങി രണ്ടെണ്ണത്തിന്റെ കച്ചറ. രണ്ടെണ്ണങ്ങൾ ഇവിടെ വല്ല അക്ഷരമെല്ലാം വേണ്ടിയ നിറപ്പട്ടം പൊട്ടിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ മിണ്ടായിരുന്നു പറഞ്ഞേക്കാം. നിറപ്പട്ടം വേണമെങ്കിൽ മിണ്ടായിരുന്നു. എനിക്ക് എന്നെ അടുക്കളയിൽ 100 കൊട്ടും മണിയുണ്ട്. അതിനിടയ്ക്ക് നിങ്ങളുടെ കച്ചറങ്ങൾ തീർക്കാൻ എനിക്ക് സമയമില്ല. നീ ഇങ്ങനെ മിണ്ടി ഞാൻ പറഞ്ഞേക്കാം. മക്കളെ, അച്ഛനാണല്ലോ വിളിക്കുന്നേ. ഞാൻ പോയി തുറന്നിട്ട് വരാം. ഒന്നുകൂടി ഞാൻ തുറന്നിട്ട് വരാം. അല്ല, അച്ഛനിത് അവിടെ പോയിട്ട് വരുവാ? ഓ, ഞാനാണെങ്കിൽ കുറച്ച് അടുക്കള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാ. നിങ്ങളുടെ അമ്മയുടെ കൊടുത്തിട്ടാണെങ്കിൽ അടുക്കള വഴി നിങ്ങളുടെ അമ്മയെ കൊടുത്തിട്ടാണ് ഞാൻ ഈ വഴി വന്നത്. എന്നാ മക്കളെ, നമുക്ക് പോയി കഴിക്കാം. അല്ല, അമ്മ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. അച്ഛനാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കത് പോയി കഴിക്കാം. എന്നാ മക്കളെ നടക്ക്, കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തിയും ചിക്കൻ കറിക്കും. എടുത്തുമ്പി ബോറടിക്കും. ഇന്ന് ഞായറാഴ്ചയല്ലേ, സ്കൂളും ഇല്ല. നമുക്ക് അച്ഛനോട് എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞാണ് ടൂറ്. എന്തുവാ മക്കളെ? എന്നാ മക്കളെ നമുക്ക് ബീച്ചിൽ പോയാലോ? എന്നാ മക്കളെ നിങ്ങൾ ഒരുങ്ങിട്ട് മക്കളെ. പിന്നെ അമ്മയോടും കൂടെ പറയണേ ഈ കാര്യമൊക്കെ. അമ്മയോടും കൂടെ ഒരുങ്ങാൻ പറയണേ. എന്നാ അച്ഛാ പോവാം നമുക്ക്. ശരി, നമുക്കെന്നാ പോവാം. അച്ഛൻ ഞങ്ങൾ കടലിൽ ഇറങ്ങി കളിച്ചോട്ടെ അച്ഛാ? കളിച്ചു മക്കളെ. പക്ഷേ വലിയ തിരക്ക് വരുവാണെങ്കിൽ ഓടിക്കയറണേ. ശരി അച്ഛൻ, ഞങ്ങൾ വലിയ തിരക്ക് വരുവാണെങ്കിൽ ഓടിക്കറാവേ. എന്നാ അച്ഛൻ ഞങ്ങൾ കളിക്കാൻ പോണേ. ശരി ശരി മക്കളെ, അതിന് നമുക്ക് കൂടി ഇരിക്കാം. കാലെ പിടിച്ച് വലിക്കാൻ കടലിലടിയില്ല. ചിലപ്പോ തിര വന്നപ്പോ തിരിച്ചു പോയപ്പോൾ കാല് വലിച്ചോണ്ട് പോയാലോ തോന്നിയതായിരിക്കും മോൾക്ക്. എടുത്തുമ്പി നീയാണെങ്കിൽ കാലെ പിടിച്ച് വലിച്ച കാര്യം അച്ഛനോട് പറയല്ലേ. അച്ഛനാണ് നമ്മളെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന. നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇവിടെ കളിക്കണമെങ്കിൽ ഇപ്പൊ പറയണ്ട. നമുക്ക് ബീച്ചിൽ നിന്ന് കയറി കണ്ടു പറഞ്ഞാൽ മതിയേ. ഞങ്ങൾക്ക് എന്ത് പറ്റാ, ഞങ്ങളിവിടെ കളിക്കുമല്ലേ. കളിച്ചു മക്കളെ. തൊണ്ടവേനയൊന്നും അല്ല, കൊറേ ലോട്ടുന്നതായിരിക്കും. നോക്ക്. എന്ത് പറ്റി മക്കളെ? സുനാമിയല്ല പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഓടി പോണ്ട. സുനാമി ഒന്നും അല്ല, ഒരു പ്രേതത്തിന്റെ തലയാണെങ്കിൽ തേണ്ടേ തൊട്ട് താഴോട്ടൊന്ന് നോക്കിക്കേ അച്ഛൻ. ഇതെന്ത് സാധനം? അയ്യോ, കണ്ടിട്ടെന്നെ പേടി വരുന്നു. എല്ലാരും പെട്ടെന്ന് ഓടി കാറെ കയറ്. ആ സാധനത്തിന് കണ്ട് കാറിന്റെ തോടി കയറിയപ്പോ വയ്യാതായി. അയ്യോ അയ്യോ. അമ്മ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ? ശരി, വെള്ളം എടുത്തിട്ട് വരാം. വെള്ളമൊക്കെ കുടിച്ചപ്പോ ഒരു ആശ്വാസമായില്ലേ മക്കളെ? ശരി അച്ഛൻ, ഇപ്പോഴൊരു ആശ്വാസമായി. ശരിയും മക്കളെ, ആ സാധനത്തിന്റെ സൗണ്ടല്ലേ കേൾക്കുന്നേ. കഥവല്ലും തുറന്ന് കയറി വരും അങ്ങോട്ട്. എന്തായാലും ആ സാധനം നമ്മളെ എന്തിനാ ഫോളോ ചെയ്തെടുക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തെ. ഈ മക്കളെ എല്ലാരും ഓടിക്കോ. അയ്യോ, എനിക്ക് പേടി വരുന്നു. ആ പിശാച് നമ്മളെ പിടിച്ച് തിന്നുമല്ലോ. അയ്യോ.
നമ്മളെന്നും പിടിച്ചു തിന്നത്തില്ല മക്കളെ, ഈ അച്ഛനും ഉള്ളിടത്തോളം കാലം. ആ പ്രേതങ്ങളും കഥ ചവിട്ടി പൊളിച്ചു തരുവാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഒറ്റ ചവിട്ടിന് എറിയാവേ ആ പ്രേതത്തിനെ. അയ്യോ, ആ പ്രേതം അടുക്കളയിലെ പാത്രമൊക്കെ തല്ലി പൊളിക്കുന്ന സൗണ്ട് അല്ലേ കേൾക്കുന്നേ? ആ ശരിയാ, നമ്മുടെ പാത്രം എല്ലാം തല്ലി തവർക്കും തോന്നുന്നല്ലോ ആ പിശാശ്. അച്ഛാ അച്ഛ ഇങ്ങോട്ട് വന്ന് നിൽക്കുക അച്ഛാ. വേണ്ട മക്കളെ, അച്ഛൻ അങ്ങോട്ട് വരുന്നില്ല. ഈ സാധനത്തിനുള്ള ഞാൻ കാണിച്ചു കൊടുക്കും ഇപ്പൊ. ഇന്നാ പിടിച്ചോ. പിശാശിന്റെ കളി എന്റെ അടുത്തല്ലേ, ഒറ്റ ചവിട്ടിന് അപ്പുറത്ത് അടുക്കളയിൽ പോയി കിടപ്പുണ്ടോ സാധനം. എന്തായാലും അച്ഛൻ ഒരു പൊളി പൊളിച്ചു. സൂപ്പർ അച്ഛാ. എന്നാ വാ മക്കളെ, നമുക്ക് ഹാളിൽ പോവാം.